അരിമണികൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ പറന്നുയരും. അത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹായ് സുഹൃത്തുക്കളെ, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഈ അടുക്കളയിലോട്ട് ഞാൻ എന്തിനാണ് പോകുന്നതെന്നറിയാമോ? പുറത്ത് എന്നെയും കാത്ത് കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്തേക്കാണ് എൻ്റെ ഈ പോക്ക്. സമയം രാവിലെ 6:30. ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. അലാറം വച്ചാലും ചില ദിവസങ്ങളിൽ ഞാൻ താമസിച്ചു പോകും. പക്ഷേ എന്നെ കാത്തു നിൽക്കുന്നവർ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അലാറമില്ലെങ്കിലും അവരൊരിക്കലും താമസിക്കാറില്ല. ഇവരാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ കൂട്ടുകാർ. ഇവർ കുറച്ചേറെ പേരുണ്ട്, പക്ഷേ എല്ലാവരും എത്തിയിട്ടില്ല. കുറച്ച് പേർ VIP-കളാണ്. അവർ അപ്പുറവും ഇപ്പുറവുമുള്ള മരച്ചില്ലകളിൽ ഇരിപ്പുണ്ടാവും. സമയത്തേ എത്തൂ. എല്ലാവരും അക്ഷമരാണ്. എന്തിനു വേണ്ടിയാണെന്നല്ലേ? ഈ അരിമണികൾക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ കാത്തിരിപ്പ്. അരിമണികൾ റോഡിൽ ചെന്ന് വീഴുമ്പോൾ മാത്രമേ ആ VIP-കൾ എത്തുകയുള്ളൂ. ഈ കാണുന്ന കാക്കകളാണ് ആ VIP-കൾ. അവർ പ്രാവുകളെപ്പോലെയല്ല, അഭിമാനികളാണ്. ഇച്ചിരി റേഷൻ അരിക്ക് വേണ്ടി റോഡിൽ കാത്തു നിൽക്കാൻ അവരുടെ അഭിമാനം അവരെ അനുവദിക്കുന്നില്ല. ചില കാക്കകളുണ്ട്, അവർ വരുന്നത് അരി തിന്നാൻ വേണ്ടിയല്ല, പ്രാവുകളെ കൊത്തി ഓടിക്കാൻ വേണ്ടിയാണ്. നൂറുകണക്കിന് മാന്യന്മാരായ കാക്കകൾക്ക് പേരുദോഷം വരുത്താനായി 1-2 എണ്ണം. ബാക്കിയുള്ളവർ പാവങ്ങളാണ്. പ്രാവുകളുമായി സഹകരിച്ച് ഉള്ളതും തിന്നുകൊണ്ട് പൊക്കോളും. ഇവർ മാത്രമല്ല, 1-2 അണ്ണാറക്കണ്ണന്മാർ കൂടിയുണ്ട്. അവരുടെ ശബ്ദം അടുത്തെവിടേക്കോ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവർ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർ വരികയുള്ളൂ. ഈ നീളം വരാന്തയുടെ അറ്റത്തായി ഒരു കസേര ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരിക്കും, ഈ കാഴ്ചകളും കണ്ടുകൊണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഒരു ദിവസത്തെ കാര്യമാണെന്ന്. അല്ല, എൻ്റെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെയാണ്. ഇവരോട് സംസാരിച്ച് ഇവരുടെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇവർക്കൊപ്പം ഇങ്ങനെ കുറേ നേരം. ആദ്യം ഇട്ടുകൊടുത്ത അരിമണികൾ തീരുമ്പോൾ ഇവർ കൂട്ടമായി മുകളിലേക്ക് നടക്കും. അങ്ങ് കുന്നിൻ്റെ മുകളിൽ ഉണങ്ങിയ പുല്ലുകൾക്കിടയിൽ എന്തൊക്കെയോ കൊത്തിപ്പറക്കും. എന്തിനാണ് ഇവരിങ്ങനെ നടന്നു പോകുന്നത്? ഇവർക്ക് പറന്നു പോയിക്കൂടെ? എനിക്കറിയില്ല. ചില ദിവസങ്ങളിൽ ഞാൻ വീണ്ടും അരിയിട്ട് കൊടുക്കും. അവർ തിരിച്ചു വരും. ഇത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ. അതെ, ഈ കാഴ്ചകളും അനുഭവങ്ങളും വളരെ രസകരമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ താഴേക്ക് പോകും. പടർന്നു നിൽക്കുന്ന ഈ കാറ്റ്സ് ക്ലബ്ബും ആ കുഞ്ഞു ഗേറ്റും കടന്ന് അവരുടെ അടുത്തേക്ക്. എത്ര മനോഹരമായ നിമിഷങ്ങളാണിത്. എൻ്റെ ഒരു കാൽപ്പാടകലെ ഇവ. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. മുകളിൽ നിന്ന് അരിയിട്ട ശേഷം ഞാൻ മാറി ഒളിച്ചു നിന്ന് നോക്കും. എൻ്റെ തലവെട്ടം കണ്ടാൽ ഇവർ പറന്നു പോകും, പിന്നെ തിരിച്ചു വരില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ ഞാൻ ഈ പടിയിൽ വന്നിരിക്കും. അവർക്ക് അരിയിട്ട് കൊടുക്കും. അവരെൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ അടുത്ത് നിന്ന് അരിമണികൾ കൊത്തി തിന്നും. മിക്കവാറുമുള്ള എൻ്റെ എല്ലാ പ്രഭാതങ്ങളും ഇങ്ങനെയാണ്. ഇവരാണ് എൻ്റെ പ്രഭാതങ്ങളെ സജീവമാക്കുന്നത്. ഇവർക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ നേരത്തെ ഉണരുന്നത് തന്നെ. അരിമണികൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ പറന്നുയരും. അത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പറന്നുയരുമ്പോഴുള്ള ആ ചിറകടി ഒച്ചകൾ എന്നെ ശരിക്കും ഹരം പിടിപ്പിക്കുന്നു. കാരണം ആ ചിറകടി ഒച്ചകളാണ് ഇവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം. ആ ശബ്ദം എത്ര കേട്ടാലും എനിക്ക് മതിവരില്ല. സ്വാതന്ത്ര്യം എല്ലാ ജീവികളുടെയും ജന്മാവകാശമാണ്. പക്ഷേ പലർക്കും അത് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയില്ല. ഈ പ്രാവുകൾ എൻ്റെ കയ്യകലത്തിലാണ്. തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു നിമിഷം ഇവർ പറന്നുയരും. തോന്നിയാൽ മാത്രം തിരിച്ചു വരും, ഇല്ലെങ്കിൽ വരില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്. എനിക്കവരെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഇവരെ കൂട്ടിലാക്കാനോ സ്വന്തമാക്കാനോ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെയും നിങ്ങളെയും പോലെ ഈ പ്രകൃതി അവരുടെയും കൂടിയാണ്. സ്വാതന്ത്ര്യം അതവർ ആവോളം ആസ്വദിക്കട്ടെ. നാടൻ തത്തകളെ 1.5 അടി സ്ക്വയർ കൂട്ടിലിട്ട് വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടവർ അതിനെ പൊന്നെ ചക്കര എന്ന് വിളിക്കും. ഒരു ജീവിയുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യർ. അരിമണികളെല്ലാം തീർന്നു കഴിയുമ്പോൾ യാത്ര പോലും പറയാതെ അവർ ഒരുമിച്ച് പറന്നുയരും. പിന്നെ തിരിച്ചു വരില്ല.
ഇപ്പോൾ അവരെല്ലാവരും പോയി കഴിഞ്ഞു. ഞാനിവിടെ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പോൾ നമ്മുടെ ആശാന്മാരെല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവർക്കും